പ്രകൃതി ഭംഗി കൊണ്ടും ആചാരാനുഷ്ഠാനങ്ങൾ കൊണ്ടും രുചിയൂറും ഭക്ഷണം കൊണ്ടും ചരിത്രപരമായ നിർമ്മിതികൾ കൊണ്ടുമെല്ലാം ഏറെ പ്രസിദ്ധമായ ഒരിടമാണ് വടക്കേ മലബാർ. അതിൽ തന്നെ തെയ്യങ്ങൾ, തെയ്യക്കാവുകൾ, തീരങ്ങൾ, മലയോരം, ഭക്ഷണം, പുഴയാത്ര, വിവിധ ആചാരാനുഷ്ഠാനങ്ങൾ, ചരിത്ര സ്മാരകങ്ങൾ എന്നീ ആകർഷണങ്ങൾ കൊണ്ടെല്ലാം ഏറെ പ്രസിദ്ധമാണ് കണ്ണൂർ. കണ്ണൂർ ജില്ലയിലെ പെരളശ്ശേരി എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു സുബ്രഹ്മണ്യ ക്ഷേത്രമാണ് പെരളശ്ശേരി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. വടക്കേ മലബാറിലെ പ്രധാന സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിലൊന്നാണ് ഈ പെരളശ്ശേരി അമ്പലം. പഴനിയിലേതുപോലെ പടിഞ്ഞാറോട്ട് ദർശനമുള്ള ഈ ക്ഷേത്രം നാഗാരാധനയ്ക്ക് ഏറെ പ്രസിദ്ധമാണ്. ഐതിഹ്യപ്രകാരം പെരളശ്ശേരി ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയായ സുബ്രഹ്മണ്യ സ്വാമിയെ പ്രതിഷ്ഠിച്ചത് മഹാവിഷ്ണുവിന്റെ അവതാരമായ ശ്രീരാമചന്ദ്രനാണ്. പടിഞ്ഞാറോട്ടുള്ള സുബ്രഹ്മണ്യ സ്വാമിയുടെ ദർശനവും തുല്യ പ്രാധാന്യത്തോടെ നാഗപ്രതിഷ്ഠയും ശാസ്താവ്, ഗണപതി, ഭദ്രകാളി എന്നീ പ്രതിഷ്ഠകളും പെരളശ്ശേരി അമ്പലത്തിലുണ്ട്. കൂടാതെ നാഗപ്രീതിക്കായി ഇവിടെ സർപ്പബലി, നൂറും പാലും തുടങ്ങിയ വഴിപാടുകളും നടത്താറുണ്ട്. പെരളശ്ശേരി അമ്പലത്തിന്റെ ഐതിഹ്യം നോക്കുകയാണെങ്കിൽ ശ്രീരാമന്റെ വനവാസകാലത്തോളം പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിനെന്ന് ഐതിഹ്യം പറയുന്നു. ശ്രീരാമനാണ് ഇവിടത്തെ പ്രതിഷ്ഠ നടത്തിയതത്രേ. അന്ന് ഇവിടം ഒരു അയ്യപ്പ ക്ഷേത്രമായിരുന്നുവെന്നും പറയപ്പെടുന്നുണ്ട്. ഒരിക്കൽ ബാലസുബ്രഹ്മണ്യൻ ബ്രഹ്മാവിനോട് ഓംകാരത്തിന്റെ പൊരുൾ ചോദിച്ചു. എന്നാൽ ബ്രഹ്മാവിന് അതിന്റെ അർത്ഥം യഥാവിധി പറഞ്ഞു കൊടുക്കാൻ പറ്റിയില്ല. ഇതിൽ ദേഷ്യം വന്ന സുബ്രഹ്മണ്യൻ ബ്രഹ്മാവിനെ തടവിലിടുവാൻ പറഞ്ഞു. പ്രപഞ്ച സൃഷ്ടാവായ ബ്രഹ്മാവ് തടവിലായത് പ്രപഞ്ചത്തിൽ സൃഷ്ടി നിലയ്ക്കുവാൻ കാരണമായി. പിന്നീട് പരമേശ്വരന്റെ നിർദ്ദേശപ്രകാരം ബ്രഹ്മാവിനെ സുബ്രഹ്മണ്യൻ മോചിപ്പിച്ചു. പക്ഷേ ബ്രഹ്മാവിനെ തടവിലാക്കിയതിന്റെ പ്രായശ്ചിത്തമായി പെരളശ്ശേരിയിലെ അയ്യപ്പൻകാവിലെ പൊട്ടക്കിണറ്റിൽ സർപ്പരൂപത്തിൽ സുബ്രഹ്മണ്യന് ഏകാന്തവാസം നയിക്കേണ്ടി വന്നു. ഇതോടെ വെയിലും മഴയും കൊള്ളാതെ സർപ്പങ്ങൾ തന്നെ കിണറിനു മുകളിൽ ഫണം കുടയാക്കി പിടിച്ച് അദ്ദേഹത്തെ കാത്തുപോന്നു. ഇതിനിടെ വനവാസകാലത്ത് രാവണൻ സീതയെ അപഹരിച്ചപ്പോൾ ശ്രീരാമൻ ഇവിടെ എത്താനിടയായി. ക്ഷേത്രം ദർശിച്ച ശ്രീരാമന് ഇവിടെ സുബ്രഹ്മണ്യ സാന്നിധ്യം അനുഭവപ്പെടുകയും ഇതോടെ ആ ചരിത്രം കൂടെയുണ്ടായിരുന്ന ഹനുമാനോടും ലക്ഷ്മണനോടും പറയുകയും ചെയ്തു. തുടർന്ന് ഇവിടെ സുബ്രഹ്മണ്യനെ പ്രതിഷ്ഠിക്കണമെന്ന് തീരുമാനിച്ച രാമൻ അയ്യപ്പനോട് അനുവാദം ചോദിച്ചു. താനിരിക്കുന്ന പ്രധാന ശ്രീകോവിൽ സുബ്രഹ്മണ്യ പ്രതിഷ്ഠയ്ക്ക് തരാമെന്നും ആ ശ്രീകോവിലിന് തെക്കുഭാഗത്തായി തനിക്ക് സ്ഥാനം നൽകിയാൽ മതിയെന്നും അയ്യപ്പൻ ശ്രീരാമനോട് പറഞ്ഞു. തുടർന്ന് പ്രതിഷ്ഠ നടത്തുവാനുള്ള വിഗ്രഹത്തിനായി ശ്രേഷ്ഠമായ ശില കണ്ടെത്തുവാൻ ശ്രീരാമൻ ഹനുമാനെ പറഞ്ഞുവിട്ടു. എന്നാൽ വിഗ്രഹത്തിന് പോയ ഹനുമാൻ പ്രതിഷ്ഠാ മുഹൂർത്തമായിട്ടും തിരിച്ചെത്തിയില്ല. ഇതോടെ ശുഭമുഹൂർത്തം തെറ്റാതിരിക്കുവാൻ ശ്രീരാമൻ തന്റെ കയ്യിലെ പെരുവള ഊരിയെടുത്ത് ബിംബത്തിന്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചു. അപ്പോഴേക്കും ശിലയുമായി ഹനുമാനും എത്തിച്ചേർന്നു. ഇതിനിടെ ശ്രീരാമൻ വളയുടെ മുകളിൽ തന്നെ ശില പ്രതിഷ്ഠിക്കാൻ നോക്കുന്നത് കണ്ട ഹനുമാൻ വളയെടുത്തിട്ട് പ്രതിഷ്ഠിച്ചുകൂടെ എന്ന് ചോദിച്ചു. തുടർന്ന് വള തിരിച്ചെടുക്കാൻ ഹനുമാൻ ശ്രമിച്ചെങ്കിലും ഹനുമാന് വരെ പൊക്കാനാവാത്ത വിധത്തിൽ വളയുടെ ഭാരം വർദ്ധിക്കുകയായിരുന്നു. വള ഇളകിയില്ലെന്ന് മാത്രമല്ല, ഒരു സർപ്പം എവിടെ നിന്നോ ഇഴഞ്ഞു വന്ന് വളയ്ക്കു മുകളിലിരുന്ന ഫണം വിടർത്തിയാടാൻ തുടങ്ങി. ഇതോടെ സുബ്രഹ്മണ്യസ്വാമിയാണ് സർപ്പത്തിന്റെ രൂപത്തിൽ വന്നതെന്നും പെരുവളയിൽ സുബ്രഹ്മണ്യസ്വാമി കുടികൊണ്ടെന്നും മനസ്സിലാക്കിയ ശ്രീരാമൻ പ്രതിഷ്ഠ കഴിഞ്ഞതായി അറിയിച്ചു. അങ്ങനെ രാമന്റെ പെരുവള ഊരി പ്രതിഷ്ഠിച്ചതിനാൽ സ്ഥലം പെരുവളശ്ശേരി എന്ന് അറിയപ്പെടുവാൻ തുടങ്ങി. അങ്ങനെ കാലക്രമേണ ഇവിടം പെരളശ്ശേരിയായി മാറി. ഹനുമാനാകട്ടെ താൻ കൊണ്ടുവന്ന ശില അടുത്തു തന്നെ മറ്റൊരു ക്ഷേത്രം പണിത് അവിടെ പ്രതിഷ്ഠിച്ചു. ഒരു മർക്കടകനായ ഹനുമാൻ പ്രതിഷ്ഠിച്ച സ്ഥലമായതിനാൽ അവിടെ മർക്കടശ്ശേരി എന്ന് അറിയപ്പെട്ടു. കാലാന്തരത്തിൽ അത് ലോപിച്ച മക്രേരി എന്നറിയപ്പെടാൻ തുടങ്ങി. ഇന്നും പെരളശ്ശേരി ദർശനം പൂർത്തിയാകണമെങ്കിൽ മക്രേരിയിലും കൂടി ദർശനം നടത്തണമെന്നാണ് ചിട്ട. ഇതാണ് പെരളശ്ശേരി അമ്പലത്തിന്റെ ഐതിഹ്യം. ക്ഷേത്ര പരിസരത്ത് ഒരു അശോക വൃക്ഷമുണ്ട്. അതിന് താഴെയായി ഒരു സർപ്പക്കുഴിയുണ്ട്. ഇവിടെ എത്തുന്ന ആളുകൾ വിവിധ രോഗങ്ങളിൽ നിന്ന് മുക്തി നേടുന്നതിനായി ഗുഹയിൽ വസിക്കുന്ന പാമ്പുകൾക്ക് കോഴിമുട്ടയും പാലും നൽകി ആരാധന നടത്തും. നാഗപ്രീതിക്കായി ഇവിടെ സർപ്പബലി, നൂറും പാലും തുടങ്ങിയ വഴിപാടുകളും നടത്താറുണ്ട്. കൂടാതെ ഈ ക്ഷേത്രത്തിന് മുന്നിലുള്ള പ്രത്യേക രീതിയിൽ നിർമ്മിച്ച ക്ഷേത്രക്കുളം ഏറെ പ്രസിദ്ധമാണ്. ഇവിടെ എത്തുന്ന തീർത്ഥാടകരുടെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ് ഈ കുളം. ക്ഷേത്രത്തിന്റെ
തെക്കു പടിഞ്ഞാറ് ഭാഗത്തായി 75 സെന്റിൽ അസാധാരണമായ പടിക്കെട്ടുകളോട് കൂടിയ കിണറുകളുടെ രൂപത്തിലാണ് ഇവിടെ കുളം കുഴിച്ചിരിക്കുന്നത്. അയണി വയൽ കുളം എന്നാണ് ഈ കുളം അറിയപ്പെടുന്നത്. 2001 ഈ കുളം ഇന്നത്തെ രൂപത്തിൽ നവീകരിച്ചത്. ഈ കുളത്തിലാണ് ഉത്സവാവസാനം ഭഗവാന്റെ ആറാട്ട് നടക്കുക. തുലാമാസത്തിൽ നടക്കുന്ന തുലാസംക്രമം ഒരു വിശേഷ അവസരമാണ്. തുലാസംക്രമത്തിന് കാവേരി സംക്രമം എന്നും പേരുണ്ട്. ഈ ദിവസം കാവേരി നദിയിലെ ജലം ഇവിടത്തെ കുളത്തിൽ എത്തിച്ചേരുമെന്നാണ് വിശ്വാസം. ധനുമാസം 5-ാം തീയതി മുതൽ 12-ാം തീയതി വരെയാണ് പെരളശ്ശേരി ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം കൊണ്ടാടപ്പെടുന്നത്. പരമ്പരാഗത ക്ഷേത്ര കലാരൂപങ്ങളായ തായമ്പക, ഇരട്ടത്തായമ്പക, ചാക്യാർകൂത്ത്, പട്ടകം, ഓട്ടൻതുള്ളൽ, കഥകളി എന്നിവ ഉത്സവകാലങ്ങളിൽ ഈ ക്ഷേത്രങ്ങളിൽ അവതരിപ്പിക്കാറുണ്ട്. എല്ലാ വർഷവും ധനുമാസത്തിൽ നടക്കുന്ന 7 ദിവസത്തെ ഉത്സവത്തിന് ആയിരക്കണക്കിന് ഭക്തരാണ് ക്ഷേത്രത്തിലെത്തുന്നത്. കൂടാതെ നാഗപൂജയ്ക്ക് പ്രാധാന്യമുള്ള ഈ അമ്പലത്തിൽ ആയില്യം നാളിൽ കൂടുതൽ ഭക്തന്മാർ എത്താറുണ്ട്. മനോഹരമായ വാസ്തുവിദ്യയും കൗതുകമുണർത്തുന്ന ഐതിഹ്യങ്ങളുമെല്ലാമുള്ള ക്ഷേത്രം കാണുവാനായി സഞ്ചാരികളും പതിവായി ഇവിടേക്ക് എത്താറുണ്ട്. ഹിന്ദുക്കൾക്ക് മാത്രം പ്രവേശനം അനുവദിക്കുന്ന സംസ്ഥാനത്തെ പല പ്രമുഖ ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി എല്ലാ മതങ്ങളിൽ നിന്നുമുള്ള ആളുകൾക്ക് ക്ഷേത്രപ്രവേശനത്തിന് അനുമതിയുണ്ട് എന്നുള്ളതും കണ്ണൂരിലെ പെരളശ്ശേരി അമ്പലം നാടൊട്ടുക്ക് പ്രസിദ്ധി ആർജിക്കുവാനുള്ള ഒരു പ്രധാന കാരണമാണ്.